വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സഹപാഠിക്ക് വീടൊരുക്കി വടകര MUM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് മാതൃകയായി. കലോത്സവ ദിവസം ചായക്കട നടത്തിയും ആക്രി സാധനങ്ങൾ ശേഖരിച്ചുമാണ് വീട് നിർമ്മിക്കാൻ പണം കണ്ടെത്തിയത്. രക്ഷിതാക്കളും കൈകോർത്തതോടെ സ്നേഹഭവനം യാഥാർത്ഥ്യമായി. കോവിഡ് പ്രതിസന്ധിയിൽ വീട് നിർമ്മാണം തടസ്സപ്പെട്ടെങ്കിലും ഒടുവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് NSS വളണ്ടിയർമാർ. യൂണിറ്റിലെ 98 വളണ്ടിയർമാരും പ്രോഗ്രാം ഓഫീസറും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരും ഒത്തുചേർന്നാണ് 650 അടി ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ സ്നേഹഭവനം പൂർത്തീകരിച്ചത്. 2 മുറികളും അടുക്കളയും ഡൈനിങ് ഹാളും പൂമുഖവുമുള്ള വീടാണ് ഒരുക്കിയിരിക്കുന്നത്. NSSന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ താഴങ്ങാടിയിലെ 3 സെൻറ്റ് ഭൂമിയുള്ള MUM സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കുറച്ച് 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചത്. കുട്ടികളുടെയും നാട്ടുകാരുടെയും PTA മാനേജ്മെൻറ്റിൻ്റെയൊക്കെ പൂർണ്ണമായ സഹകരണത്തോടെ ഇന്ന് വിജയത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് വീടിന് ഗൃഹപ്രവേശനം നടക്കുകയാണ്. കുട്ടികൾ തന്നെയാണ് എല്ലാം ഒരുക്കുന്നത്. എല്ലാ രീതിയിലും കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തറകെട്ടിയത് മുതൽ തേക്കുന്നത് മുതൽ കോൺക്രീറ്റ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ നിർലോഭമായ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വളരെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു കുടുംബത്തിന് വീടെടുത്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ NSS യൂണിറ്റിന് അഭിമാനിക്കാം. ഇതിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം ഓഫീസറായ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായ അംസമാഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അംസമാഷയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കടൽ തീരത്ത് ഒരു ഓല ഷെഡിൽ താമസിക്കുന്ന ഒരു കുടുംബം വീടില്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് വളണ്ടിയർമാരെ ശ്രദ്ധയിൽപ്പെട്ടു. തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശവുമായി വളണ്ടിയർമാർ ഒത്തുകൂടുകയും ആ ഒരു ഉദ്ദേശം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു വീട് എടുത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തന്നെ ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്തും സബ് ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്തൊക്കെ ചായക്കട നടത്തി അവരുടെ വീടുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ ക്യാഷും അതോടൊപ്പം ഹരിതഗ്രാമത്തിലെ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയിക്കൊണ്ട് പായ് വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയുമാണ് ഈ വീടുണ്ടാക്കാനുള്ള പണം കണ്ടെത്തിയത്. ഏകദേശം 12 ലക്ഷം രൂപയോളം ഈ വീടിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ മനുഷ്യാധ്വാനം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പെയിൻ്റ് അടിക്കുന്ന സമയത്തും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും തറയിടുന്ന സമയത്തൊക്കെ അവരാണ് ഈ വീടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ചത്. എന്തുകൊണ്ടും MUM NSSന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് വീടിന്റെ താക്കോൽ കൈമാറ്റം ഓൺലൈനായി നിർവഹിച്ചു. വടകര MUM VHS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനം കൈമാറൽ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നേരിട്ട് വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഔദ്യോഗികമായ ആവശ്യം അടിയന്തരമായി വന്നത് കാരണം അതിന് സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഇവിടെ വളരെ മാതൃകാപരമായ പ്രവർത്തനം നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വീട് എന്നത് നമുക്കറിയാം എല്ലാവരുടെയും സ്വപ്നമാണ്. അടച്ചുറപ്പുള്ള വീട് ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ജീവിത നിലവാരം ഉയർത്തുന്ന ഘടകം കൂടിയാണ് സ്വതന്ത്രമായി നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. അതുകൊണ്ടാണ് ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഇവിടെ കുട്ടികളും അധ്യാപകരും എല്ലാം ചേർന്ന് അത്തരത്തിലൊരു വീട് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ പ്രവർത്തനം. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സമൂഹത്തിൽ നല്ല മനുഷ്യരായി വളരാനുള്ള വിദ്യാഭ്യാസം കൂടി നൽകുക എന്നുള്ളതാണ്. സാമൂഹിക പ്രതിബദ്ധത അത് ഒരു വിദ്യാലയം ഒരു പൗരന് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസവും നേരുമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യരാക്കി വിദ്യാർത്ഥികളെ മാറ്റുക, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് വിദ്യാലയങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യം കൂടി നേടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനിയും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. പ്രഭാ പദ്ധതിയുടെ ഭാഗമായി ശാരീരിക വൈകല്യമുള്ള ഒരാൾക്ക് NSS യൂണിറ്റ് നൽകുന്ന വീൽചെയർ NSS സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ R കൈമാറി.
കെ രമ MLA അധ്യക്ഷത വഹിച്ചു. ഇന്ന് MUM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അവിടെ പഠിക്കുന്ന 2 കുട്ടികൾക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചിരിക്കുകയാണ്, സ്നേഹഭവനം. അത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് NSS യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എല്ലാ പഠിക്കുന്ന കുട്ടികൾക്ക് പക്ഷേ അവർക്ക് ഭൗതിക സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ആ യൂണിറ്റ് അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒറ്റ മനസ്സോടുകൂടി നിന്ന് ഈ ഒരു ഭവനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമായിരുന്നു. അതിൻ്റെ സമാപ്തിയിൽ ഇന്ന് അവർ വീട്ടിലേക്ക്, ആ സ്നേഹഭവനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നമ്മുടെ നാടിന് തന്നെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. അതേപോലെ തന്നെ NSS യൂണിറ്റ് MUMലെ ഹയർ സെക്കൻഡറി സ്കൂളിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. കുട്ടികളെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് NSS വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടികളെ തന്നെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടികളെ ഇതിൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ മുഖമായിട്ട് ആ കുട്ടികളിൽ മാറ്റിയെടുക്കാനും അതിൻ്റെ ഒരു രൂപമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മാറുകയാണ്. ഏതായാലും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. NSS യൂണിറ്റിന് പ്രത്യേകം എല്ലാവിധ സ്നേഹ ആശംസകളും അർപ്പിക്കുന്നു. ചടങ്ങിൽ വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, വാർഡ് മെമ്പർമാരായ ബിജു, ഷാഹിമ KP, NSS സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസാർ R, ഉത്തരമേഖലാ കോർഡിനേറ്റർ മനോജ് കുമാർ, ജില്ലാ കോർഡിനേറ്റർ ശ്രീജിത്ത്, ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാജി K, സ്കൂൾ മാനേജർ MP അബ്ദുൽ കരീം, MI സഭാ പ്രസിഡന്റ് P മുഹമ്മദ്, PTA പ്രസിഡന്റ് KT യൂനസ്, P മഹമ്മൂദ്, V ഷബീർ, V മുസ്തഫ, V ഫൈസൽ, NP അഷ്റഫ്, M ഫൈസൽ, മുഹമ്മദ് ഇർഷാദ്, നിസ്താർ KT, അദീബ് അഹമ്മദ്, അബ്ദുൽ ലത്തീഫ്, ഹൃദ്യ എൽനാഥ്, K ഹാജറ, സെൽവ, നയന, മുഹമ്മദ് സാബിത്ത്, മുഹമ്മദ് സഹൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പാൾ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ഓഫീസർ NP ഹംസ നന്ദി പറഞ്ഞു.